Hi, dear children. We are starting from more branches of biology which deals with evidence of evolution. Here, this developmental biology, that is embryology. നമുക്ക് കുറച്ച് embryos പറഞ്ഞിട്ടുണ്ട്. ഈ embryos compare ചെയ്യുമ്പോൾ you can see certain similar features. Human, bird, reptile, fish. എല്ലാത്തിനും അതിൻ്റെ earlier stages show similarity that they share a common ancestry അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. That gills present, notochord present, nerve cord present and tail present in embryos of different vertebrate. Okay. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത് ഹെക്കൽ, സയൻറ്റിസ്റ്റ് ഹെക്കൽ. അക്കോർഡിംഗ് ടു ഹെക്കൽ, ഡെവലപ്മെന്റൽ സ്റ്റേജസ് റീക്യാപിറ്റലേറ്റ്, ആവർത്തിക്കുന്നുണ്ട് അഡൽട്ട് എവല്യൂഷണറി സ്റ്റേജസ്. ഇത് ഒരു പടി കൂടി കടന്നു. ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓരോന്നിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, അഡൽട്ട് എവല്യൂഷണറി സ്റ്റേജസ് അതിൻ്റെ ലോവർ ആയിട്ടുള്ള ആനിമൽസിൻ്റെ അഡൽട്ട് സ്റ്റേജസ് ആവർത്തിക്കുന്നുണ്ട് എന്ന് അങ്ങോട്ട് പറഞ്ഞു വെച്ചു ഹെക്കല്. നമുക്ക് ഇവിടെ നമുക്കത് ഒന്നുകൂടി ക്ലിയർ ആണ്. കണ്ടോ, ഫിഷിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ ഫ്രോഗ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫിഷിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഫ്രോഗിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബേർഡ് ആണെങ്കിൽ ഇങ്ങനെ, ഇപ്പം മനുഷ്യനാണെങ്കിൽ നമ്മൾ ആദ്യം ഫിഷായി ആവും, പിന്നെ ഫ്രോഗ് ആവും, പിന്നെ ഇങ്ങനെ പോകും എന്നർത്ഥം അല്ലേ. പക്ഷേ ഈ ഒരു തിയറി തള്ളിക്കളഞ്ഞത് ആരാണ്? വോൺ ബോർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ ദർ ഇസ് നോ റീക്യാപിറ്റുലേഷൻ ഓഫ് ഡെവലപ്മെൻറ്റൽ ദറ്റ് evolutionary stages during the embryonic development. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹയർ ആനിമൽസ് നെവർ പാസ് ത്രൂ ഡെവലപ്മെന്റ് സ്റ്റേജസ് സിമിലർ ടു അഡൽട്ട് ഫിഷ് ഓർ ബേർഡ്. അങ്ങനെ അഡൽട്ട് ഫിഷ് പോലെ ആവുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഏർലി എംബ്രിയോ ഓഫ് ഹയർ ആനിമൽ നെവർ ലൈക്ക് എ ലോവർ ആനിമൽ. മറ്റേതിൻ്റെ പഴയ പോലെയല്ല, നെവർ ലൈക്ക് എ ലോവർ ആനിമൽ. ഈ ആനിമലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഏർലിയർ സ്റ്റേജിൽ കാണിക്കില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. ആൻഡ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ഡൈവേഴ്സ്. ഓരോന്നിൻ്റെതായ എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് സമയം അവർ ഷെയർ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് പറയാം, വെൻ കമ്പയറിങ് ദ വെർട്ടിബ്രേറ്റ് എംബ്രിയോ ഓഫ് ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ് എംബ്രിയോ വി ക്യാൻ prove that they share a common ancestry. ഇനി നമ്മൾ കളക്ട് ചെയ്യുന്നത് എവിഡൻസസ് ഫ്രം കറന്റ് എവല്യൂഷൻ. ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പല എവല്യൂഷൻ എക്സാമ്പിൾസ് നോക്കാം. അത് മിക്കതും ആരുണ്ടാക്കിയതായിരിക്കും? മനുഷ്യന്റെ വക പണിയാണ്. അപ്പൊ എന്താ ഇതിന് പറയാ? ആന്ത്രോപോജനിക് ആക്ഷൻസ്. ഇറ്റ് ഈസ് കോൾഡ് ആന്ത്രോപോജനിക് ആക്ഷൻസ്. അപ്പൊ എന്താണ് മാൻമെയ്ഡ് ആക്ഷൻസിന്റെ പണി? ക്രിയേറ്റ് ന്യൂ സ്പീഷീസ്. നമുക്കറിയാലോ, ഇപ്പൊ ഇന്ന് കോവിഡ് അല്ലേ, അപ്പോൾ നമ്മൾ പറയുന്നു ആ വൈറസ് മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പോൾ ദസ് പ്രൊവൈഡ് ദ എവിഡൻസ് ഓഫ് എവല്യൂഷൻ. അങ്ങനെ. അപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കാം. സെലക്റ്റീവ് ബ്രീഡിങ്, ഇൻഡസ്ട്രിയൽ മെലാനിസം, എവല്യൂഷൻ ഓഫ് പെസ്റ്റിസൈഡ് റെസിസ്റ്റന്റ് വെറൈറ്റി, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് വെറൈറ്റി, DDT റെസിസ്റ്റന്റ് മൊസ്കിറ്റോസ്. ഇതെല്ലാം നമുക്ക് കറന്റ് എവല്യൂഷനിൽ നിന്ന് നമുക്ക് പറയാവുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ ബ്രീഡിന് നോക്കുകയാണെങ്കിൽ, നോക്കൂ, 1900 ഇങ്ങനത്തെ ബ്രീഡാണെങ്കിൽ നമ്മൾ അതിനെ ഇംപ്രൂവ് ചെയ്തു അല്ലേ, ബൈ ഇൻറ്റൻസീവ് ബ്രീഡിങ് പ്രോഗ്രാംസ് ആൻഡ് പ്രൊഡ്യൂസ് ഹ്യൂമൻ യൂസ്ഫുൾ ലൈഫ് ഫോംസ് ആക്കി മാറ്റി. അതെന്തിനൊക്കെ വേണ്ടിയിട്ട്? അഗ്രികൾച്ചറോ ഹോർട്ടിക്കൾച്ചറോ മെഡിസിൻ, സ്പോട്ട്, സെക്യൂരിറ്റി, അങ്ങനെയൊക്കെ. ഓക്കെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പല പല ജീവികളെ ഉണ്ടാക്കിയത് നമ്മൾ പറയുന്നു കറന്റ് എവല്യൂഷൻ ഉദാഹരണമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന ഒരു കോൺസെപ്റ്റാണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം അത് ഇംഗ്ലണ്ടിലെ കണ്ടിരുന്ന ഒരു പെപ്പേർഡ് മോത്താണ് ഇവിടുത്തെ കഥാപാത്രം. അപ്പോൾ അതെന്ത് കാണിച്ചു? ഡിഫറൻസ് ഇൻ പ്രപ്പോർഷൻ ഓഫ് മോത്ത് was observed before and after industrialization. നോക്കൂ, ഈ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് ആരെ കാണുന്നത്? as this one. അപ്പോൾ ഇത് തന്നെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഫീഡ് ചെയ്യുന്ന ഇതിൻ്റെ പ്രിഡേറ്റേഴ്സ് ബേർഡ്സും കാണുക. അപ്പോൾ അവർ പെട്ടെന്ന് ഇതിനെ കാണും. they were easily picked up by the predators. അപ്പോൾ ആരുടെ എണ്ണം കുറയും? ഇവരുടെ എണ്ണം കുറയും. ആരുടെ എണ്ണം കൂടും? ഈ ഗ്രേ മോത്തിൻ്റെ എണ്ണം കൂടും.
എന്നാൽ ഈ കണ്ടീഷനിൽ ആരെയായിരിക്കും പ്രിഡേറ്റേഴ്സ് പിക്ക് ചെയ്യുക? ആസ് ദ വൈറ്റ് മോത്ത്. അപ്പൊ ആരുടെ എണ്ണം കൂടുക? ബ്ലാക്ക് മോത്തിന്റെ എണ്ണം കൂടും. അപ്പൊ തുടക്കത്തില് വൈറ്റ് മോത്തിന്റെ എണ്ണമാണ് കൂടിയെങ്കിൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് മോത്തിന്റെ എണ്ണം കൂടി. അതാണ് ഇംഗ്ലണ്ടിൽ കണ്ട ഒരു ഫിനോമിനൻ. ദാറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷന്റെ ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് ഇത് പിന്നീട് നിങ്ങൾ പഠിക്കും. ഒപ്പം ഇവിടെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കറന്റ് എവല്യൂഷൻ എങ്ങനെ എവിഡൻസ് ഓഫ് എവല്യൂഷൻ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്, സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് എന്ത് പറയാം? ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്നറിയാലോ? ധാരാളം ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു സമയം, അതായത് 1850s മുമ്പ്. അപ്പം ഇങ്ങനെ ഇൻഡസ്ട്രീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. തുടങ്ങിയപ്പോൾ ഇങ്ങനെ കോളൊക്കെ കത്തിച്ചിട്ടാണ്, കൽക്കരിയൊക്കെ കത്തിച്ചിട്ടാണ് ആ ഇൻഡസ്ട്രീസ്. അന്ന് കറണ്ട് ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ കൽക്കരി കത്തിച്ചിട്ടാണ് മിക്ക ഇൻസ്ട്രുമെന്റ്സും വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ കൽക്കരി കത്തിക്കുമ്പോൾ എന്തുണ്ടാവും? ആ കരിയും പുകയൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവിടെ അടുത്തുള്ള മരങ്ങളുടെ മീതെയൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നതിന് മുൻപ് അങ്ങനത്തെ പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ട്രീ ട്രങ്ക്സ് ഒക്കെ അതിന്റെ നാച്ചുറൽ കളറിലാണ് എക്സിബിറ്റ് ചെയ്തേക്കണേ. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ലൈക്കൻ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഐറ്റം അല്ലെ. അപ്പം ഒരു എന്താണ് ഫോംസ്, ലൈഫ് ഫോംസ്, അവരെന്ത് ചെയ്തു? ഈ ട്രീ ട്രങ്ക്സിൽ ഇങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു ലൈക്കൻ. ലൈക്കനെ പൊതുവെ പറയുക ഒരു പൊള്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പൊള്യൂട്ടഡ് ഏരിയയിൽ ലൈക്കൻ ഉണ്ടാവില്ല, അതിനങ്ങനെ നിൽക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് ഡീജനറേറ്റ് ചെയ്തു പോകും. അപ്പം ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് ട്രീ ട്രങ്ക്സ് വേർ എക്സ്പോസ്ഡ് വിത്ത് മോർ ലൈക്കൻ. അപ്പോൾ അതിന്റെ കളർ കോമ്പിനേഷന് മാച്ച് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഉള്ള മോത്ത്സ് ദേ ക്യാൻ ഹൈഡ് ബാക്ക് ഇൻ ദ സറൗണ്ടിങ്സ്. കാരണം അതിന് പറ്റിയ സറൗണ്ടിങ്സ് ആണ് ചുറ്റിനും. അപ്പോൾ ദേ ഹൈഡ് ബാക്ക് ഇൻ ദ surroundings and they survived. But the black moth were easily picked up by the predators and their number decreased. This white moth number increased. അപ്പോൾ ഒരു പ്രൊപ്പോർഷൻ ഡിഫറൻ്റ് അല്ലേ? ഇതേപോലെ തന്നെ പിന്നീട് അത് ഒബ്സർവ് ചെയ്തത്, ശരിക്കും ഇത് ഒബ്സർവ് ചെയ്തത് ഒരു 1900 ബെയ്റ്റ്സൺ എന്നൊരു ജെനറ്റിസ്റ്റ് ആണ്, ജനിതക ശാസ്ത്രജ്ഞനാണ് അത് ഒബ്സർവ് ചെയ്തത്. അദ്ദേഹം കണ്ടെത്തിയതാണ് അത്. അപ്പോൾ പിന്നീടുള്ള ഒബ്സർവേഷനിൽ 1920s ആയപ്പോൾ കണ്ടെത്തി ട്രീ ട്രങ്ക്സിലൊക്കെ ആ ഇൻഡസ്ട്രിയലൈസേഷൻ വഴി they were deposited with dark industrial smoke and soot. ധാരാളം പുകയും കരിയും ഒക്കെ വന്ന് അതുമായി ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ട്രീ ട്രങ്ക്സ് ബിക്കം ഡാർക്ക് ഇൻ കളർ. അപ്പോൾ പ്രിഡേറ്റേഴ്സ് വിൽ സ്പോട്ട് ദ വൈറ്റ് മോസ് അഗെയിൻസ്റ്റ് ഇറ്റ്സ് കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദേ that this one cannot survive. അപ്പോൾ ഇതിന്റെ നമ്പർ കുറഞ്ഞു, വൈറ്റ് മോത്തിന്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ പിന്നെ ആരുടെ എണ്ണം കൂടി? ബ്ലാക്ക് മോത്തിന്റെ എണ്ണം കൂടി. അപ്പോൾ ഇവിടെ എന്താ കണ്ടത്? ഒരു ഡിഫറൻസ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് പെപ്പേർഡ് മോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ വാസ് ഒബ്സർവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ദാറ്റ് ഫീച്ചർ ഇസ് നോൺ ആസ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇറ്റ് ഈസ് ഗുഡ് or a classical example for current evolution as an evidence to prove evolution has happened. ഇനി വേറൊന്നും നമ്മൾ പറയാവുന്നത്, റെസിസ്റ്റന്റ് ഓർഗാനിസംസ് ആർ അപ്പിയറിംഗ് ഇൻ എ ടൈം സ്കെയിൽ ഓഫ് മന്ത്സ് ഓർ ഇയേഴ്സ്. മാസങ്ങൾ എടുത്തിട്ടോ അല്ലെങ്കിൽ കൊല്ലങ്ങൾ എടുത്തിട്ടോ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവുന്നു എന്ന്. അത് അവരുടെ ലൈഫ് സ്പാനും കൂടിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം നമുക്ക് നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റം അറിയണമെങ്കിൽ നമ്മളുടെ ഒരു ജന്മം കഴിഞ്ഞ് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് വേണം ആ മാറ്റത്തിന് തിരിച്ചറിയാനായിട്ട്, അല്ലേ? വലിയ കാര്യമായ മാറ്റം ഉണ്ടാവുണ്ടോ ഇല്ലേന്ന്. പക്ഷേ സ്മോൾ സ്കെയിൽഡ് ഓർഗാനിസംസ് ആവുമ്പോൾ അവരുടെ ലൈഫ് സ്പാൻ വളരെ ചെറുതാണ്. ഇപ്പോൾ എസ്പെഷ്യലി ബാക്ടീരിയ, വൈറസ്. അതുകൊണ്ടാണ് ഇപ്പോൾ വൈറസ് നമ്മൾ പറയുന്നില്ലേ, പുതിയ പുതിയ വൈറസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം എന്താ? ആ ഒരു എവല്യൂഷന് അത്ര അധികം സമയം എടുക്കണില്ല, അത്ര പെട്ടെന്ന് തന്നെ അതിൻ്റെ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ജീവികളാണ് നമ്മുടെ മോസ്കിറ്റോസ്. എന്താ ഉണ്ടായത്? DDT, സ്പ്രേയിങ് വിത്ത് DDT പ്രൊഡ്യൂസ് ദ സെലക്റ്റീവ് പ്രഷർ വിച്ച് ഫേവേഴ്സ് ദ റെസിസ്റ്റന്റ് മോസ്കിറ്റോസിൽ ഇപ്പം മോസ്കിറ്റോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്ട്സ് ആയിക്കോട്ടെ, നമ്മൾ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മ്യൂട്ടന്റ് ഫോംസ് അതിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ സ്പ്രേ ഉപയോഗിച്ചപ്പോൾ നശിച്ചത് മുഴുക്കെ
റെസിസ്റ്റന്റ് അല്ലാത്ത ആൾക്കാരൊക്കെ നശിച്ചു. റെസിസ്റ്റന്റ് ആൾക്കാർ അവിടെ റീറ്റെയിൻ ചെയ്തു. അപ്പൊ പിന്നെയും കണ്ടിന്യൂസ് യൂസേജ് ഓഫ് ദീസ് ഇൻസെക്ടിസൈഡ് ഓർ ദ DDT ലൈക്ക് പെസ്റ്റിസൈഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടായത്, ഈ ഒരു സെലക്റ്റീവ് പ്രഷർ കൊണ്ട് ആരാണ് സെലക്ട് ചെയ്യപ്പെട്ടത് ആസ് ദ റെസിസ്റ്റന്റ് ഫോംസ്. അപ്പൊ പിന്നെ ഇതിന്റെ മീതെ അത് ഉപയോഗിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവുമോ? അതുകൊണ്ടാണ് റെസിസ്റ്റന്റ് ഫോംസ് വേർ ഇവോൾവ് എന്ന് പറയുന്നത്. അപ്പോ ഒരു മിക്സ്ഡ് പോപ്പുലേഷനില് എങ്ങനെ രണ്ടും കൂടിയുള്ള ഒരു പോപ്പുലേഷനിൽ ബെറ്റർ അഡാപ്റ്റ് ചെയ്യാൻ അഡാപ്റ്റീവ് എബിലിറ്റി ഉള്ളത് ആർക്കാ? പ്രീവിയസ്ലി അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂട്ടന്റ് ഫോമുള്ള ആൾക്ക് അവര് ബെറ്റർ അഡാപ്റ്റഡ് ആവും, അവര് ബെറ്റർ സർവൈവഡ് ആവും. അങ്ങനെ പുതിയ ജനറേഷൻ, പുതിയ സ്പീഷീസ് ഉണ്ടാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് നോ വാരിയന്റ് ഈസ് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട്. എപ്പോഴും ആരെങ്കിലൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ പ്രകൃതിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് മാത്രം, മറ്റുള്ളവർ അങ്ങനെ അവശേഷിക്കുന്നുണ്ടാവും എന്നാണ് അതിലും കൂടെ നമുക്ക് ഓർക്കാനുള്ളത്. അപ്പൊ അത് ഇവിടെ ഒന്നുകൂടി വായിച്ചു നോക്കാം. ബാക്ടീരിയ ആൻഡ് വൈറസസ് reproduce at a faster rate, hence they can evolve quickly and that is an example for evidence of evolution. അത് നമ്മൾ ബാക്ടീരിയയുടെ കൾച്ചർ നോക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്നാണ് അവരുടെ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെ? മോസ്കിറ്റോനേക്കാളും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോ അതില് ഈ മൾട്ടിപ്ലിക്കേഷൻ നടന്ന് ഒരു പുതിയ റെസിസ്റ്റന്റ് ഫോംസ് ഉണ്ടാവുന്നത് വളരെ സ്പീഡിൽ ഉണ്ടാവും. ഇവര് മന്ത്സ് ഓർ ഇയേഴ്സ് എടുക്കുമ്പോൾ ഇവര് അതിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഈ കൊറോണ വൈറസിനെ നമുക്ക് പറയാനുള്ളത്. റെസിസ്റ്റന്റ് ഫോംസ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ആന്റിബയോട്ടിക്സിന്റെ കാര്യത്തിലായാലും നമുക്ക് അങ്ങനെ പറയാം. അപ്പോ നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പഠിച്ചു കുട്ടികളെ? ഈ എവിഡൻസസ് എന്ന് പറയുന്നത് ഒരു 3 സ്ട്രിപ്പായിട്ട് എടുത്തത് കൊണ്ട് എല്ലാവർക്കും ഒന്നും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു സ്ലൈഡും കൂടി ഒരുമിച്ചാക്കിയതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എല്ലാ എവിഡൻസസും കാണിക്കുന്നത് എ സെലക്റ്റീവ് പ്രഷർ. വെൻ എ സെലക്റ്റീവ് പ്രഷർ അപ്ലൈഡ് ടു എ ഗ്രൂപ്പ് ഓഫ് organisms in a population, more adapted ones are survived. They are selected. And selective pressure which favors the survival of the most adapted one. അതാണ് അതിൽ കാര്യം. അങ്ങനെ ഓരോ സ്റ്റേജിലും ഇപ്പൊ നമ്മൾ എവിഡൻസസ് കളക്ട് ചെയ്തത് പാലിയന്റോളജിയിലെ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമ്മൾ ആ പാലിയന്റോളജി എവിഡൻസ് ഫോസിൽസ് അതെന്തൊക്കെ തരത്തിലാണ് നമുക്ക് പ്രൂവ് ചെയ്തത്, എവല്യൂഷൻ നടന്നു എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്, എന്തൊക്കെ തരത്തിൽ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നൊക്കെ ഓർക്കാം. പിന്നെ ഏതാ ഈ ചിത്രം വരുമ്പോൾ നമ്മൾ ഓർക്കുക ആസ് ദ കമ്പാരേറ്റീവ് ഫോർലിങ്സ്. അപ്പൊ ഇത് എന്തിനു ഉദാഹരണം? ഹോമലോഗസ് ഓർഗൻസ്. മോർഫോളജി അനാട്ടമി സെക്ഷനിൽ നിന്നാണ് നമുക്ക് ഹോമലോഗസ് ഓർഗൻ എന്ന ഐഡിയ കിട്ടിയത്. ഒപ്പം തന്നെ നമ്മൾ ഡൈവേർജന്റ് എവല്യൂഷൻ അതാ ദാറ്റ് ഈസ് ദ Darwin finches and the different type of marsupials in Australia, divergent evolution. അതും ഓർക്കണം. ഒപ്പം നമുക്ക് ഈ ഒരു ഫിഗർ മനസ്സിലോർക്കാം. ആരെ? കൺവേർജന്റ് എവല്യൂഷൻ. ബേർഡ് ആയാലും ബട്ടർഫ്ലൈ ആയാലും രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ്, പക്ഷെ ദേ ആർ ഇവോൾവ് ഇൻ എ സെയിം പാറ്റേൺ ടു ലീഡ് എ സെയിം ടൈപ്പ് ഓഫ് ഹാബിറ്റ്, ദാറ്റ് ഈസ് ഫ്ലൈയിങ്. അപ്പം സിമിലർ environment make a similar selection pressure in different group of animals and this type of evolution, that is convergent evolution. This one നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസം എപ്പോഴും ഓർക്കണം. ഈ പിക്ചർ ഇൻഡസ്ട്രിയൽ മെലാനിസം അത് നമുക്ക് കറന്റ് എവല്യൂഷൻ അഗെയിൻ ഗിവ് എ പ്രൂഫ് ഫോർ എവല്യൂഷൻ. ദാറ്റ് ഈസ് ഈ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾ ഡൈവേർജന്റിനെയും കൺവേർജന്റിനെയും ഒപ്പം പാരലലിനെയും ഓർക്കണം. ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രോസസ്സ് വഴിയാണ്. ഏതാ പ്രോസസ്? അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാണ്. അതായത് എപ്പോഴും നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണ്ടേ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി നോക്കൂ, നമ്മളിപ്പോ പ്രൈമേറ്റ്സിന്റെ ഹാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ മാമൽ ഇങ്ങനെ, അത് കഴിഞ്ഞ് ടാർസിയേഴ്സ് കുറച്ചും കൂടി മരത്തിൽ കയറി നടക്കാൻ,
ഇത് ട്രീ ഷ്രൂ എന്ന് പറഞ്ഞിട്ട് മരത്തുമ്മ കയറാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മാമൽ. പിന്നീട് വന്നത് ടാർസിയേഴ്സ് എന്ന് പറയും. പിന്നെ നമ്മുടെ മങ്കീസ്, അവരുടെയൊക്കെ ഗ്രിപ്പിംഗ് പാറ്റേൺ കണ്ടോ? പക്ഷെ നമ്മൾ പിടിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഈ ഒരു ഗ്രിപ്പ് അത് പക്ഷെ ഇപ്പോ വീണ്ടും പറയുന്നത് സ്റ്റഡീസ് ഇല്ലാണ്ടായി വരുന്നു എന്നാ. നോക്കി നോക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിഡ്ജ് ഇവിടെ കാണാനുണ്ടോ? ഈ രണ്ട് വിരൽ ഇങ്ങനെ ചേർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വീണ്ടും ഇവോൾവ് ചെയ്യണു എന്ന് അർത്ഥമാണ് അല്ലെ. ഇതെന്തിനാണ്? നമുക്ക് നല്ലൊരു ഫേം ഗ്രിപ്പ് കിട്ടുന്നത് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഫേം ഗ്രിപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എവല്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് എവല്യൂഷൻ നമുക്ക് നമ്മുടെ ബ്രെയിനും നമുക്ക് നന്നായി വലിയ ലാർജർ ബ്രെയിൻ ആക്കണം. അതിന് പറയുന്നത് ഇപ്പൊ സ്റ്റഡീസ് പറയുന്നത് ഏറ്റവും സെലക്ഷൻ പ്രഷർ എവിടെ നിന്നാണ് നല്ല ഒരു ബ്രെയിൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക? സോഷ്യൽ പ്രഷർ വരണം. അതായത് സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന പ്രഷർ. നമ്മൾ കമ്മ്യൂണിക്കബിൾ ആയിരിക്കണം. നമ്മൾ കൂടുതൽ പേരോട് ഇന്ററാക്ട് ചെയ്ത് അവരിൽ നിന്നുള്ള ഇടപാടുകളിൽ കൂടിയാണ് നമ്മൾക്ക് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ബ്രെയിൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പൊ എവല്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഓക്കെ, താങ്ക് യു.